നമസ്കാരം. സിനിമയുടെ വിസ്മയ ലോകത്തേക്ക് സ്വാഗതം. അതായത് പേശുംപടത്തേക്ക് സ്വാഗതം. എന്തെല്ലാം പറഞ്ഞാലും ഒരു സിനിമ നന്നായിട്ട് ഓടി, അല്ലെ നല്ല പൈസ കിട്ടി, നന്നായിട്ട് നല്ല പേര് വാങ്ങിച്ചാലേ അതിൻ്റെ പ്രൊഡ്യൂസറിനും ഡയറക്ടറിനും അതിൽ അഭിനയിച്ച ഞങ്ങളെപ്പോലുള്ള ആർട്ടിസ്റ്റിനും സന്തോഷം. ഞങ്ങളെല്ലാവരും ഒരു സിനിമ റിലീസാവുമ്പം സത്യത്തിൽ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കും, എൻ്റെ ഈശ്വര ഇത് നന്നായിരിക്കണേന്ന്. എന്നുവെച്ചാൽ അത് നന്നായിട്ട് ഓടി ആ പ്രൊഡ്യൂസറിന് പൈസ കിട്ടിയാലേ ആ പ്രൊഡ്യൂസർ അടുത്ത പടം എടുക്കുകയുള്ളൂ. അടുത്ത പടം എടുത്താലേ എല്ലാവരെയും വിളിക്കുകയുള്ളൂ. ഒരു ആർട്ടിസ്റ്റിനെ തന്നെ വിളിക്കണം എന്നല്ലാതെ അദ്ദേഹത്തിന് സൗകര്യപ്പെടുന്ന മറ്റുള്ള ആർട്ടിസ്റ്റിനെ വിളിച്ച് അദ്ദേഹം വേറൊരു പടം എടുക്കുമ്പോഴേ എല്ലാവർക്കും ജോലി കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ആ പടം നന്നായിട്ട് ഓടണം എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഇനി നമുക്കറിയേണ്ടത് അടുത്ത മലയാള പടത്തിനെ പറ്റിയാണ്. അതാണ് ജ്ഞാനാംബിക. ആദ്യ ശബ്ദചിത്രമായ ബാലൻ വൻ വിജയമായിരുന്നുവെങ്കിലും അടുത്ത മലയാള ചലച്ചിത്രം റിലീസായത് 2 വർഷത്തിനു ശേഷമാണ്. ബാലൻ സിനിമയുടെ ഡിസ്ട്രിബ്യൂട്ടറായിരുന്ന ശ്യാമള പിക്ചേഴ്സാണ് ജ്ഞാനാംബിക നിർമ്മിച്ചത്. ബാലനിൽ അഭിനയിക്കുകയും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുകയും ചെയ്ത ആലപ്പി വിൻസെൻറ്റിനെയാണ് ശ്യാമള പിക്ചേഴ്സ് ഇതിനായി സമീപിച്ചത്. ആലപ്പി വിൻസെൻറ്റ് സി മാധവൻപിള്ളയുടെ നോവലായ ജ്ഞാനാംബികയെക്കുറിച്ച് അവരോട് സൂചിപ്പിക്കുകയും 1939 ജൂണിൽ 2ാമത്തെ ശബ്ദചിത്രം ജ്ഞാനാംബികയ്ക്ക് വേണ്ടിയുള്ള കരാർ ഉറപ്പിക്കുകയും ചെയ്തു. നായകനായി ആലപ്പി വിൻസെൻറ്റിൻ്റെ ജ്യേഷ്ഠൻ സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞ് ഭാഗവതരെയാണ് നിശ്ചയിച്ചത്. വില്ലൻ വേഷം ആലപ്പി വിൻസെൻറ്റിന് തന്നെ ആയിരുന്നു. സംവിധായകനായി എസ് നൊത്താണിയെയും മറ്റ് അഭിനേതാക്കളായി CK രാജം, KK അരൂർ എന്നിവരെയും നിശ്ചയിച്ചു. അങ്ങനെ 1940 ഏപ്രിൽ 7-ന് ജ്ഞാനാംബിക റിലീസായി. ജ്ഞാനാംബികയെ തുടർന്ന് 1941 പ്രഹ്ലാദയും 48 നിർമ്മലയും പുറത്തു വന്നു. ഇനിയിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് പ്രഹ്ലാദ, അതായത് ജ്ഞാനാംബിക പടത്തിന് അത് കഴിഞ്ഞതിന് ശേഷം റിലീസായ ഒരു പടമാണ് പ്രഹ്ലാദ. അതിൽ അഭിനയിച്ചത് ഗുരു ഗോപിനാഥ്, ഞങ്ങളുടെയൊക്കെ മാസ്റ്ററാണ്. ഞങ്ങൾ ആദ്യം ഡാൻസ് പഠിച്ചതേ അദ്ദേഹത്തിനോടാണ്. ആ ഗുരു ഗോപിനാഥും അദ്ദേഹത്തിൻ്റെ ഭാര്യ തങ്കമണിന്ന് പറയാനും പാടില്ല, തങ്കമണിയമ്മ, അവരുമാണ്. അത് ഡയറക്റ്റ് ചെയ്തത് കെ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കറിയില്ല. പത്മ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ ഒരു വലിയ ഡാൻസറുണ്ട് മദ്രാസിൽ, മാത്രമല്ല ഇന്ത്യ മുഴുവൻ അറിയാം അവർക്ക്. ആ പത്മ സുബ്രഹ്മണ്യത്തിൻ്റെ അച്ഛനാണ് കെ സുബ്രഹ്മണ്യം. 1948 48-ലാണ് നിർമ്മല എന്ന് പറഞ്ഞ ശബ്ദചിത്രം വരുന്നത്, 4ാമത്തെ ശബ്ദചിത്രം വരുന്നത്. ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഒരു മലയാളിയാണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് കൃഷ്ണ അയ്യർ. അദ്ദേഹമാണ് ഈ നിർമ്മല ഡയറക്റ്റ് ചെയ്തത്. ഇതിൽ പാട്ട് പാടിയത് ലീല ചേച്ചി, അതായത് പി ലീല. അവരിതിൽ ആദ്യമായിട്ട് പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പാട്ട് എഴുതിയത് ജി ശങ്കരക്കുറുപ്പ്, അദ്ദേഹമായിരുന്നു ഇതിൽ പാട്ട് എഴുതിയത്. ഈ നിർമ്മലയിലൂടെയാണ് പ്ലേ ബാക്ക് പാട്ട്, അതായത് ഇത്രയും ദിവസം ഈ സിനിമയിൽ എടുത്തതൊക്കെ അവരൊരു പാടും, അവരൊരു ഡയലോഗ് പറയും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഈ നിർമ്മലയിൽ കൂടെയാണ് പ്ലേ ബാക്ക് സിംഗിങ്, അതായത് പാട്ട് നേരത്തെ എടുത്തിട്ട് പിന്നെ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ലീല ചേച്ചി പാടി ഇതിൽ ഷൂട്ട് ചെയ്യേണ്ട ഒരു അവസരം വന്നത്. ഈ ആദ്യമായിട്ട് നിർമ്മലയിലാണ് അങ്ങനത്തെ ഒരു സംഭവം, ദാറ്റ് ഈസ് പ്ലേ ബാക്ക് ഷൂട്ട് ചെയ്യുന്നത്. അതിനാണ്. ഇനി ഞങ്ങളുടെ എല്ലാവരുടെയും തന്നെ പറയാം. ചേട്ടനാണെന്ന് പറയാം, അച്ഛനാണെന്ന് പറയാം, അനിയനാണെന്ന് പറയാം, അറിഞ്ഞൂടാ, വേണമെങ്കിൽ അതും ആവാം. പക്ഷേ എല്ലാവരുടെയും പ്രിയങ്കരനായ GK പിള്ളച്ചേട്ടനാണ്. GK പിള്ളച്ചേട്ടൻ ഒരു വില്ലനായിട്ടാണ് വന്നത്, അതായത് ശക്തമായിട്ടൊരു കഥാപാത്രം അഭിനയിച്ചുകൊണ്ടാണ് അദ്ദേഹം വന്നത്. ആ ചേട്ടനെ നമ്മൾ ഒരിക്കലും മറക്കാൻ ഒക്കില്ല. എല്ലായിടത്തും വളരെ പ്രിയമായിട്ടാണ് അദ്ദേഹം പെരുമാറുന്നത്. വില്ലനാണെങ്കിലും ആ സ്വഭാവമൊന്നുമല്ല, നേരിട്ട് കാണുമ്പം വളരെ സ്നേഹത്തോടു കൂടിയാണ് നമ്മളടുത്തൊക്കെ പെരുമാറുന്നത്. അങ്ങനത്തെ ഒരാളെ നിങ്ങളും പരിചയപ്പെടണ്ടേ? അങ്ങനെ നമുക്കിപ്പോൾ GK പിള്ളച്ചേട്ടനെ കാണാം.
നമസ്കാരം ചേട്ടാ. എങ്ങനെ ഈ സിനിമയിൽ, അതായത് ഇതിന് മുമ്പ് എല്ലാവരും പറയും മിലിറ്ററി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അതെ, പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ഈ വരവെന്ന് പറയുന്നത് അപ്രതീക്ഷിതമാണ്. കാരണം എൻ്റെ കുടുംബത്തിലോ എൻ്റെ അമ്മയുടെ കുടുംബത്തിലോ അച്ഛൻ്റെ കുടുംബത്തിലോ ഇങ്ങനെ കലാകാരന്മാരും ഇല്ല. പക്ഷെ എന്തോ എനിക്ക് ജന്മസിദ്ധമായിട്ടൊരു ഇത് എൻ്റെ രക്തത്തിലുണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിലും ഞാൻ എൻ്റെ 16-ാമത്തെ വയസ്സിൽ പട്ടാളത്തിൽ ചേർന്നവരാണ്. 14 വർഷം പട്ടാളത്തിലാണ്. 14 വർഷം? അതെ. എവിടെയായിരുന്നു? ഇന്ത്യ മുഴുവനും, ഇന്ത്യയുടെ പുറത്തും. സെക്കൻഡ് വേൾഡ് വാർ കംപ്ലീറ്റ് അവിടെയായിരുന്നു. ശരി. പക്ഷേ ഞാൻ പട്ടാളത്തിൽ ചേരുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ലായിരുന്നു. 1940-ലാണ് ഞാൻ പട്ടാളത്തിൽ ചേർന്നത്. 47-ലാണല്ലോ സ്വാതന്ത്ര്യം കിട്ടിയത്. 14 വർഷത്തെ പട്ടാള ജീവിതത്തിന് ശേഷം പട്ടാളത്തിലിരിക്കുമ്പോൾ ഉണ്ടായ ചില ചിന്തകൾ, അവിടെ നിന്ന് എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞ ചില മണ്ഡലങ്ങളൊക്കെ വെച്ച് നോക്കിയപ്പോൾ ഒരു സുപ്രഭാതത്തിൽ എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്ന് തോന്നി. സാധാരണ ഈ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പം എല്ലാവരും പറയും ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് വന്നത്, ഒരുപാട് കമ്പനിയിൽ കയറി ഇറങ്ങി എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. അതുപോലെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? എനിക്ക് രസകരമായ ഒരു അനുഭവം ഉണ്ടോ? ഞാൻ കഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഞാൻ പട്ടാളത്തിലിരിക്കുന്ന സമയത്ത് സാധാരണ ഈ പത്രങ്ങളിൽ പരസ്യം വരാറുണ്ട്. ഇപ്പോൾ പട്ടാളത്തിൽ നാടകം അഭിനയിക്കുകയും നാടകം സ്വന്തമായി എഴുതുകയും നാട്ടിൽ നിന്ന് നാടകങ്ങൾ വരുത്തി അത് അഭിനയിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അവസരം എനിക്ക് പട്ടാളത്തിൽ തന്നിരുന്നു. ഞാനായിരുന്നു അതിൻ്റെ ചുമതല, ആർട്സിൻ്റെ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രചോദനങ്ങളും മറ്റ് പ്രേരണകളും ഒക്കെയാണ് എന്നെ ഈ സിനിമാ പരസ്യങ്ങൾ കാണാൻ പ്രേരിപ്പിച്ചത്. അങ്ങനെ പ്രേരിച്ചപ്പോൾ പല തവണയും മലയാള സിനിമയ്ക്ക് നടീനടന്മാരെ ആവശ്യമുണ്ടെന്ന് പരസ്യങ്ങൾ കണ്ടു. പല സന്ദർഭങ്ങളും ഇങ്ങനെ കണ്ടു. അപ്പോൾ ഞാൻ അതിന് മറുപടി എഴുതും പത്രത്തിൽ വെച്ച്. പിന്നെ അവർ പറയും നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം, അവസരങ്ങൾ കാത്തിരിക്കുകയാണ്, താമസിച്ചു പോയാൽ നിങ്ങൾക്ക് അവസരം നഷ്ടപ്പെടുമെന്നൊക്കെ ഉള്ള ഇതിൽ ഇവർ കത്തുകൾ. ഈ സന്ദർഭത്തിൽ പട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു വരാൻ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ വിചാരിക്കുന്ന പോലെ പിരിഞ്ഞു വരാനും നോക്കില്ല. ഇത് അങ്ങനെ വന്നാൽ നമ്മൾ ജയിലിലായി പോകും. അങ്ങനെയുള്ളതാണ്. ഒടുവിൽ വളരെയധികം പ്രയാസപ്പെട്ട് പല കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എന്നെ ഒരു തരത്തിൽ അവിടെ നിന്ന് പിരിച്ചുവിട്ടു. പിരിച്ചുവിട്ട സമയത്ത് തുച്ഛമായ കാശാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അവിടെ നിന്ന് കിട്ടി ജോലിന്ന് പിരിച്ചുവിട്ടു. ജോലിയെന്ന് ഞാൻ കമ്പൽസറി റിട്ടയർമെൻറ്റ് വാങ്ങിച്ചു വരികയാണല്ലോ. റിട്ടയർമെൻറ്റ് വാങ്ങിച്ചു പെൻഷൻ ഇത് വിശ്വസിച്ചു. അതെ, ഈ പരസ്യം വിശ്വസിച്ചു. എന്ന് തിരിച്ചു വന്ന് ഞാനിവിടെ വന്ന് നേരെ കൊച്ചിയിൽ ചെന്നു. ഈ കമ്പനി കൊച്ചിയിലാണ്. വീട്ടിൽ ഞാൻ എൻ്റെ സ്ഥലം ഒന്ന് ചിറയൻകീഴാണ്. വീട്ടിൽ ചെന്നു. അവിടെ നിന്ന് അടുത്ത ദിവസം എറണാകുളത്ത് പോയി കൊച്ചിയിലെത്തി. ഈ കമ്പനി കണ്ടെടുത്തു. അപ്പോൾ ഒരു കമ്പനി ഹിമാലയ പ്രൊഡക്ഷൻസ് എന്ന് ബോർഡ് എഴുതിയ ഒരു വലിയ കമ്പനി ഇരിക്കും. അവിടെ അങ്ങോട്ട് ചെന്നു. ബാഹുലേയൻ എന്ന് പറയുന്ന ഒരാൾ അതിനകത്ത് ഇരിപ്പുണ്ട്. ഒരു കറുത്തിട്ടൊരു പൊക്കം കുറഞ്ഞ ഒരു വലിയ പൊക്കമാണ് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ക്ഷമിക്കണം, അടുത്ത് നമ്മുടെ പ്രശസ്തനായ നടൻ ഗോവിന്ദൻകുട്ടി ഇരിപ്പുണ്ട്. ഗോവിന്ദൻകുട്ടി സാർ അന്ന് അദ്ദേഹം സിനിമയിലോട്ട് വന്നിട്ടില്ല. അത് ശരി, ഇല്ല, സിനിമയിൽ വന്നിട്ടില്ല. അതിന് വളരെ ശേഷം ഒക്കെ റൈറ്ററും അല്ല, എഴുതും, നാടകങ്ങളൊക്കെ എഴുതും. അവിടെ ചെന്നു, വളരെ കാര്യങ്ങൾ സ്വീകരിച്ചു. എന്നെ കണ്ടുടനെ തന്നെ അദ്ദേഹം എന്നെ അങ്ങ് സ്തുതിച്ചു, ആകാശത്തോളം കൊണ്ടെത്തിച്ചു. അപ്പം ഞാനങ്ങ് ഇളകി. എനിക്കിതിൻ്റെ ട്രിക്കുകളൊന്നും അറിയില്ലല്ലോ. എല്ലാ കാര്യങ്ങളും സംസാരിച്ചു. പറ്റിയ വേഷമാണ്, വില്ലൻ്റെ വേഷത്തിന് പറ്റിയ ആളാണ്, ഞങ്ങൾ നോക്കിയിരിക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞ് എന്നെ സ്തുതിച്ചിട്ട് എല്ലാം കഴിഞ്ഞ് ചായയൊക്കെ വാങ്ങിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 4 ദിവസത്തിനകം ഇവിടെ എത്തണം, നമുക്ക് സേലത്തേക്ക് പോകണം. ആദ്യത്തെ ചെലവിലേക്ക് ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കും, ഒരു 500 രൂപ കൊണ്ടുവരണം. പൂർണ്ണമായി വിശ്വസിച്ചു. ഇവിടെ വന്നു. അന്ന് 500 രൂപ എന്ന് പറഞ്ഞാൽ എന്ത്? എൻ്റെ കയ്യിലാകെ 300 രൂപയേ ഉള്ളൂ. ആ 300 രൂപ ഒരു സ്വർണം പോലെ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുക. വേറെ കാശില്ല. പട്ടാളത്തിൽ നിന്ന് വന്നതിന് ശേഷം അത്രയേ ഉള്ളൂ. വീട്ടിൽ അമ്മയോടും സഹോദരങ്ങളോടും ഒക്കെ പ്രശ്നങ്ങളുണ്ടാക്കി, ഇത്തിരി വഴക്കമൊക്കെ ഉണ്ടാക്കി, പലരിൽ നിന്നായിട്ട് 5ഉം 10ഉം ഒക്കെ വാങ്ങിച്ച് 500 രൂപ ഒപ്പിച്ച് നേരെ ഈ രൂപയും കൊണ്ട് കൊച്ചിയിലേക്ക് ഹിമാലയ. അതെ. പക്ഷേ കൊച്ചിയിൽ പോകുന്നതിന് മുമ്പേ എൻ്റെ ഒരു മൂത്ത ചേഷ്ടൻ വർഷങ്ങളായിട്ട് മലേഷ്യയിലാണ് താമസം. അദ്ദേഹത്തിനൊരു ടെലഗ്രാം കൊടുത്തു. വളരെ രസകരമായ ടെലഗ്രാമാണ്. സെൻഡ് 500 rupees, മാറ്റർ സീരിയസ്. ഇത് കിട്ടിയ ഉടനെ ചേട്ടൻ എന്താണെന്നറിയാൻ വയ്യല്ലോ. പട്ടാളത്തിൽ നിന്ന് 500 രൂപ അയച്ചു എനിക്ക്. ഞാൻ അപ്പോഴേക്കും വേറെ 500 രൂപ ഇതൊക്കെ വാങ്ങിച്ച് ഒപ്പിച്ചു കൊണ്ടുവന്ന് ഹിമാലയ പ്രൊഡക്ഷൻസിൽ കൊടുത്തു. ഇപ്പം ഞാൻ സിനിമയിൽ അഭിനയിക്കും. ഭയങ്കര വേഷമാണ്. പിന്നെ ഞാൻ അടുത്ത ദിവസം മുതൽ സിനിമാ നടനായിട്ടാണ് നടക്കുന്നത്. പാപത്തിലും രൂപത്തിലും ഒക്കെ വീട്ടിലും സുഹൃത്തുക്കളുടെ ഇടയിലും ഒക്കെ നടന്നിട്ട്
ഇന്ന് വരെ അവനെ പിന്നെ ഞാൻ സ്വപ്നങ്ങൾ കണ്ടിട്ടില്ല. എൻ്റെ രൂപയും പോയി, അവസരവും കിട്ടിയില്ല. ജീവിതത്തിൽ ഏറ്റവും വലിയ അടി. പിന്നെ MA റഷീദ് എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത്, ചിറയൻകീഴുള്ള ഖദീജ പ്രൊഡക്ഷൻസ്, ഖദീജ തിയേറ്റർ, അദ്ദേഹത്തിൻ്റെ ആ റെക്കമെൻഡോട് കൂടിയാണ് ഞാൻ മദ്രാസിലെത്തുന്നതും. അസോസിയേറ്റ് പ്രൊഡക്ഷൻസ്. എന്തെല്ലാം പ്രയാസപ്പെട്ടാലും ശരി, ഏതെല്ലാം തരത്തിൽപ്പെട്ടാലും ശരി, അദ്ദേഹം ആ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ടി വാസുദേവൻ്റെ മനസാക്ഷിയും അദ്ദേഹത്തിൻ്റെ തൻ്റെ ഇടവും മനുഷ്യത്വവുമാണ് ഞാനും സിനിമാ നടനായിട്ട് നിൽക്കുന്നത്.